സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉള്ളിത്തോരനാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി കൊണ്ടാണ് തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ തോരൻ സവോള കൊണ്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളി കൊണ്ടുണ്ടാക്കുന്ന തോരന് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ തോരൻ വെക്കാൻ നോക്കണേ. ചെറിയ ഉള്ളി വെച്ചുള്ള ഈ തോരൻ മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. പൊതിച്ചോറിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഈ തോരൻ. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1/4 കിലോ ചെറിയ ഉള്ളിയാണ് തോരനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഈ വലുപ്പത്തിലുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ചേർക്കുന്ന മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എരിവിനാവശ്യമായ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4-5 തണ്ട് കറിവേപ്പിലയും ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങാപ്പീരയും എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. കുറച്ച് വലിയ ചുമന്നുള്ളിയാണെങ്കിൽ നടുകെ ഒന്ന് പിളർന്നു കൊടുത്തിട്ട് നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ എല്ലാ ഉള്ളിയും നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതുപോലെ എല്ലാ ഉള്ളിയും അരിഞ്ഞെടുക്കണം. പച്ചമുളകും റൗണ്ട് ഷേപ്പിൽ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കാതാണ് ഉള്ളിത്തോരൻ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഈ തോരനിൽ ഒട്ടും തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നില്ല. തോരനെല്ലാം ഒന്ന് റെഡിയായതിന് ശേഷം ലാസ്റ്റിലാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഇട്ട് കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തോരൻ ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത ശേഷം അടപ്പ് കൊണ്ട് അടച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം ഇപ്പം പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരണ്ടി എടുക്കുമ്പോൾ ചെറിയ പീരയായിട്ട് വേണം ചിരണ്ടി എടുക്കാനായിട്ട്. തേങ്ങാപ്പീര മിക്സിയിൽ ചതച്ചെടുക്കുന്നില്ല. അതുപോലെ ഈ തോരന് മഞ്ഞളും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ള കളറിലിരിക്കുന്ന ഒരു ഉള്ളിത്തോരനാണ് ഇത്. തേങ്ങാപ്പീര ഇട്ട് കൊടുത്ത ശേഷം തവിയുണ്ട എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഇങ്ങനെ 1-2 പ്രാവശ്യം അടപ്പ് മാറ്റി തോരൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയം കൊണ്ട് ഉള്ളിയിലെയും തേങ്ങയിലെയും എല്ലാം വെള്ളം പറ്റി തോരൻ വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റും കിട്ടുന്നത്. കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം. ഇനി തോരൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ചെറിയുള്ളി വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കുമല്ലോ. നാടൻ ഉള്ളിത്തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.